രാജു നീ എപ്പോ വന്നു? എന്നേക്കടാ എന്തോന്നായിരുന്നു? എന്നേക്കാൻ കാര്യം പറയണ്ട. ഇടിക്കും തന്നെയാ. ഇടിക്കും തന്നെയാ. കാര്യം പറ. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ നീ പറയുന്ന അനുസരിച്ച് ഇടിക്കും. ഇടിക്കാൻ? അരാടാ, നിന്റെ അച്ഛൻ നിശ്ചയിച്ച വിവാഹത്തിന് നിനക്കങ്ങ് സമ്മതിച്ചാലെന്താണ്? ഓഹോ, ഇതാണോ കാര്യം? അത് തന്നെ കാര്യം. നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞാൻ ഏറ്റു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ അച്ഛൻ പറയുന്നത് നീ ഉടനെ അനുസരിക്കണം. അച്ഛൻ പറയുന്നതൊക്കെ നീ അങ്ങ് അനുസരിച്ചോണ്ടാ മതി. ഞാൻ അനുസരിച്ചിരിക്കുന്നു. ആ വിവരം കൂടി പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആഹാ, അറിഞ്ഞോ? എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. ഓഹോ, അങ്ങനെയാണോ? കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഒന്ന് ചോദിക്കട്ടെ, പെണ്ണ് ഏതാണ്, എവിടെയാണ്? അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എല്ലാം എന്റെ ഡാഡിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. 1,00,000 രൂപയും ഒരു ഇമ്പാല കാറുമാണ് സ്ത്രീധനം. അതെനിക്കറിയാം. രാജു, നീ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല ഞാനത് കാണുന്നത്. പിന്നെ സ്റ്റാർ എങ്ങനെയാ കാണുന്നത്? ജീവിതത്തിന്റെ സുഖവും ദുഃഖവും ഒരുപോലെ പങ്കിട്ടെടുക്കുന്ന ഒരു ജീവിതസഖിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഗൗരവമേറിയ കർമ്മമാണ് വിവാഹം. ഒരിക്കൽ സ്വീകരിച്ചാൽ പിന്നെ അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെ ചോദിക്ക് രാജു. ജസ്റ്റ് ഇമാജിൻ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നു. ആ കൂടിക്കാഴ്ച ഇരുവരുടെയും മനസ്സിൽ ഒരു പുതിയ വികാരത്തിന്റെ നാളം കൊളുത്തുന്നു. അത് അവരിൽ വീണ്ടും കണ്ടുമുട്ടാനുള്ള പ്രേരണ വളർത്തുന്നു. അങ്ങനെ അവർ പിന്നെയും കണ്ടുമുട്ടുമ്പോൾ ഒന്ന് സംസാരിക്കാൻ മോഹം, പിരിയുമ്പോൾ വീണ്ടും കാണാൻ ദാഹം, കാണാതിരുന്നാൽ ദുഃഖം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സ് നിറയെ ആ രൂപം, അത് മാത്രം. പിന്നീട് അതൊരു വികാരമായി, ഒരു അനുഭൂതിയായി, ഒരു ലഹരിയായി അത് വീണ്ടും രൂപപ്പെടുന്നു. ആ ലഹരിയിൽ വിടർന്ന സ്വപ്നത്തിൽ അവർക്ക് സ്പർശിക്കാൻ മോഹം, പിന്നെ വാരിപ്പുണരാൻ ദാഹം, അവസാനം ചുംബിക്കാൻ ആവേശം. ഒന്നുകൂടെ പറയും. എന്താണ്? സ്പർശിക്കാൻ മോഹം, പിന്നെ വാരിപ്പുണരാൻ ദാഹം, അവസാനമായി ഒന്ന് ചുംബിക്കാൻ ആവേശം. പിന്നെ അങ്ങനെ മനസ്സ് മനസ്സോട് ചേർന്ന് ആത്മാവ് ആത്മാവിൽ ലയിച്ച് ആ സ്വർഗീയ അനുഭൂതിയിൽ വിവാഹിതനാകുന്ന സുഖം ഒരു സുപ്രഭാതത്തിൽ ഒരു അപരിചിതയായ പെൺകുട്ടിയെ അവരുടെ സ്വഭാവം മനസ്സിലാക്കാതെ, അഭിരുചി അറിയാതെ, ഗുണദോഷങ്ങൾ കണക്കിലെടുക്കാതെ സ്വീകരിക്കുമ്പോൾ കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ രാജു? ഇല്ല, കിട്ടുകയില്ല. യു ആർ കറക്റ്റ്. യു ആർ ഡെഫിനറ്റ്ലി കറക്റ്റ് മധു. രാജു, രാജു